ഭീഷ്മർ കല്യാണം കഴിക്കാത്തത് പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. ഭീഷ്മരുടെ അച്ഛനായ ശന്തനു മഹാരാജാവിന് സത്യവതിയോട് ഒരു ഇഷ്ടം തോന്നി. നേരെ ചെന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ സത്യവതിയുടെ പിതാവ് വല്ലാത്തൊരു നിബന്ധന വെച്ചു. സത്യവതിയുടെ മോനായിരിക്കണം അടുത്ത രാജാവ്. ഭീഷ്മരോട് അനീതി പ്രവർത്തിക്കാൻ തയ്യാറാകാതെ ശന്തനു തിരിച്ചുപോയി. കൊട്ടാരത്തിലെത്തിയ അദ്ദേഹത്തിന് സത്യവതിയെക്കുറിച്ച് ഓർത്ത് ഊണും ഉറക്കവും നഷ്ടമായി. ഭീഷ്മർ കാര്യം തിരക്കിയെങ്കിലും ശന്തനു ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പറയും? അച്ഛനെ അത്രമാത്രം സ്നേഹിച്ച ഭീഷ്മർ എങ്ങനെയോ കാര്യം മനസ്സിലാക്കി സത്യവതിയുടെ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് താൻ ഒരിക്കലും രാജാവാകാൻ ശ്രമിക്കില്ലെന്നും സത്യവതിയുടെ പുത്രൻ തന്നെ ആയിരിക്കും അടുത്ത രാജാവെന്നും അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ ഭീഷ്മരോട് പറയുക, അങ്ങ് വാക്ക് പാലിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങയുടെ പുത്രന്മാർ രാജാവാകാൻ ശ്രമിച്ചാലോ? അപ്പോൾ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ഉഗ്ര ശപഥം ചെയ്തു. താൻ ഒരിക്കലും രാജാവാകാൻ ശ്രമിക്കില്ലെന്നും ജീവിതകാലം മുഴുവൻ താൻ ബ്രഹ്മചാരിയായി കഴിയുമെന്നും. അപ്പോഴാണ് ദേവവ്രതൻ ഭീഷ്മരായി മാറിയത്. അങ്ങനെ സത്യവതിയുടെ അച്ഛൻ മകളെ ശന്തനുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായി. തനിക്ക് വേണ്ടി ഭീഷ്മർ ചെയ്ത ത്യാഗത്തെക്കുറിച്ചറിഞ്ഞ ശന്തനു മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു വരം കൊടുത്തു. ഭീഷ്മർ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണം സംഭവിക്കൂ.